അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചൂരമീൻ വാഴയിലയിൽ പൊള്ളിച്ചതായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന മീൻ. അതിനെ നന്നായി കഴുകിയിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള മസാല തയ്യാറാക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെ കേട്ടോ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഷിയാസാണ് കേട്ടോ, നമ്മുടെ മുഖം കാണിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകം, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ, നാരങ്ങ നീര്, മല്ലിച്ചപ്പ് എന്നിവയൊക്കെ കൂടിയിട്ട് മസാല തയ്യാറാക്കി മീനിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം അതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നല്ലൊരു വാഴയില വെച്ചു. അതിലേക്ക് നമ്മുടെ മീനിനെ വെച്ചു. അതിൻ്റെ ആ വയറിൻ്റെ പോർഷനിൽ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ നമ്മൾ നന്നായി മസാല പിടിപ്പിച്ചിട്ട് നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടുകയാണ് ചെയ്തത് കേട്ടോ. രതീഷേട്ടനാണ് കേട്ടോ അതൊക്കെ പൊതിഞ്ഞ് തരണത്. അതിന് ശേഷം നമ്മൾ അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അതിൽ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചു. കുറച്ചധികം പേപ്പർ എടുത്തിട്ട് തന്നെ പൊതിഞ്ഞ് വെച്ചു. നമ്മൾ ആദ്യമായിട്ടുള്ളൊരു പരീക്ഷണം ആയതുകൊണ്ട് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നന്നായി പൊതിഞ്ഞ് അതൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഗ്രില്ലിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കരികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തീയിലിട്ടിട്ട് കുറച്ച് നേരം അപ്പുറം ഇപ്പുറം മറച്ച് വെച്ചു. അപ്പോൾ അതിലേക്കുള്ള ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂറിന് ശേഷം വീണ്ടും അത് എടുത്ത് നോക്കി. അപ്പോൾ അതിൻ്റെ ആ മസാലകളൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ട് തന്നെ ആയിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ മീനിൻ്റെ. അങ്ങനെ അവർ ഇലയൊക്കെ പതുക്കെ പതുക്കെ എടുത്തിട്ട് തുറന്ന് നോക്കി. അപ്പോൾ ഫുള്ള് സെറ്റായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്ര. ഞാൻ കഴിക്കാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയാനില്ല. പിന്നെ അതിന് ശേഷം നോക്കി നോക്കുമ്പോൾ അതാ പൂരപ്പറമ്പ് പോലെയാണ്, പൂരം കഴിഞ്ഞ അവസ്ഥയായിരുന്നു.